ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സേതുസ് ടാരോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാർഡ് എടുക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി വേണമല്ലോ നമുക്ക് എല്ലാവർക്കും. അപ്പം അതിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് 3 കാർഡുകൾ വീതം എടുക്കാം. നിങ്ങൾ 111 എന്ന് കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ കാർഡിന്. രണ്ടാമത്തെ കാർഡിന് 77 എന്ന് കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാർഡിന് 123 എന്ന് കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ ആ കാർഡുകൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക, എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുക, എല്ലാവരും നമുക്ക് ഇതുവരെ കിട്ടിയ നന്മകൾക്കെല്ലാം യൂണിവേഴ്സിനോട് നന്ദി പറയുക, ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് 3 കാർഡുകൾ വീതമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ നമുക്കിന്ന് കാർഡ് എടുക്കാം. പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് നമുക്ക് ചോദിച്ചുകൊണ്ട് ഒന്നാമത്തെ കാർഡ് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഇപ്പം വളരെ നിരാശയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കഴിഞ്ഞു പോയേക്കുന്നത്. അതായത് വളരെ ഹാർഡ് വർക്കായിരുന്നു നിങ്ങളുടെ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാർഡ് വർക്കായിരുന്നു, പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. അതുകൊണ്ട് അതിലുള്ള നിരാശയിലാണ് പാസ്റ്റ് കഴിഞ്ഞു പോയേക്കുന്നത്. അടുത്തത് പ്രസൻറ്റിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവരിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 4 ഓഫ് കപ്സ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവരിപ്പം കണ്ണും കയ്യും ഒക്കെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അവർ കണ്ണ് തുറക്കുന്നില്ല, എനിക്കിനി ഒന്നും കാണണ്ട എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിയർ, ഡ്രോമ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഇതൊക്കെ കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോയി മാറി നിൽക്കുന്നത്. അതായത് കണ്ണുകൾ അടച്ചുകൊണ്ട് നിൽക്കുവാണ്, എനിക്കിനി ഒന്നും കാണണ്ട എന്നുള്ള രീതിയിലാണ് അവർ മാറിയിരിക്കുവാണ്. പക്ഷേ ആ മാറി നിൽക്കുന്ന വ്യക്തിക്ക് കുറേ ഓഫറുകൾ വരുന്നുണ്ട്, അതായത് കുറേ പ്രപ്പോസലുകൾ വരുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി അതൊന്നും സ്വീകരിക്കുന്നില്ല. കാരണം കഴിഞ്ഞ റിലേഷൻഷിപ്പിലുണ്ടായ ഒരു ഡ്രോമയായിരിക്കാം അതിനുള്ള കാരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷനൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് കുറച്ച് സന്തോഷം ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുമോ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം. അത് കിട്ടിയേക്കുന്നത് 8 ഓഫ് സോഡാണ്. 8 ഓഫ് സോഡും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ കാലത്ത്, അതായത് പാസ്റ്റിലും പ്രസൻറ്റിലും ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ കൈയും കണ്ണും കെട്ടി മാറി നിൽക്കുകയാണ്. എനിക്കിനിയും പുതിയ ഒരു ബന്ധത്തിലേക്ക് വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, എനിക്കിനി ഒന്നും കാണണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ബന്ധത്തിൽ നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം കാരണം, അല്ലെങ്കിൽ ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ പേടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പം നിങ്ങളിലേക്ക് വരാതെ നിൽക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് വരും. നിങ്ങളിപ്പോൾ അവരെ പുഷ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ച് അവരെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. അവർ തന്നെ കുറച്ചൊന്ന് ഹീലായതിനു ശേഷം അവർ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫസ്റ്റ് കാർഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ എനർജി നമുക്ക് യൂണിവേഴ്സ് തരുന്നത്, നിങ്ങളിപ്പോൾ അവരെ പുഷ് ചെയ്യേണ്ട, നിങ്ങളിപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ച് അവരെ ശല്യം ചെയ്യുകയും വേണ്ട. പക്ഷെ അവർ നിങ്ങളിലേക്ക് തന്നെ വരും. അവർക്ക് ഒന്ന് സെറ്റാകാനായിട്ട്, അവരുടെ മൈൻഡ് സെറ്റാകാനായിട്ട് അവർക്ക് കുറച്ച് സമയം വേണം. നമ്മളപ്പോൾ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് രണ്ടാമത്തെ നമ്പർ എല്ലാവരും മനസ്സിൽ കാണുക, 777 എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അതിനനുസരിച്ച് കാർഡ് എടുക്കാം. അപ്പം നമുക്കതിൻ്റെ പാസ്റ്റ് എടുക്കാം, പ്രസൻറ്റ് എടുക്കാം, അതിൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് എടുക്കാം. അപ്പം നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാർഡ് നമ്മൾ പിക്ക് ചെയ്യുവാണ്. അതിൽ നമുക്ക് പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് സോഡാണ് കിട്ടിയേക്കുന്നത്. അതായത് 7 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചതി നടന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരു ചതി നടന്നിട്ടുണ്ട്.
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ പാസ്റ്റിൽ. അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതെ അല്ലെങ്കിൽ മാറിയിരിക്കുന്നത്, കണ്ണ് കെട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൈയൊക്കെ കെട്ടിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചതി നടന്നിട്ടുണ്ട്, ഒരു വിശ്വാസമില്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്റ്റക്കായി പോയത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസമില്ലായ്മ എന്തായാലും സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ നമുക്ക് അടുത്തത് ചോദിക്കാം, പ്രസൻറ്റിൽ അവർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ പ്രസൻറ്റിൽ അവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 6 ഓഫ് വാൺസ് ആണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സമയത്ത് ഇദ്ദേഹം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ആരായാലും, അത് അവനായാലും അവളായാലും ആരായാലും ശരി, അവർ നല്ല ഒരു രാജാവിനെ പോലെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്, നിങ്ങൾ കൊണ്ട് നടന്നത്. അതായത് അവരൊരു ലീഡറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നല്ല പിന്നെ വിലമതിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, എല്ലാവരും ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ വ്യക്തി. പക്ഷേ ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ വേഗത്തിൽ തന്നെ അവർ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത നമുക്ക് ചോദിക്കുന്നത്, നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുമോ, നിങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്ക് ചോദിച്ചുകൊണ്ടെടുക്കാം. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്ന കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് വാണ്ട് ആണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ വാട്സപ്പിലോ ഹീ എന്നുള്ളൊരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു മെസ്സേജ് വരാം. അതിനൊക്കെയുള്ളൊരു സാധ്യത എന്തായാലും നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷയ്ക്കൊരു വകയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒന്നിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പേജ് ഓഫ് വാണ്ട്സ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നോക്കി നമ്മൾ 3 കാർഡിൻ്റെ, അപ്പോൾ അതിൻ്റെ ഓവറോൾ ഒരു എനർജി നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, ആ ചതിയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ ഒന്ന് അകന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്നത്. പക്ഷേ അതിൽ നിങ്ങൾക്കൊരു വിശ്വാസ്യത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിക്കും, അതിനകത്ത് യാതൊരു കുഴപ്പവും ഇല്ല. നിങ്ങളുടെ പ്രസൻറ്റും ഫ്യൂച്ചറും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ അടുത്ത കാർഡ് നമ്മൾ എടുക്കാൻ പോകുന്നത് 3ാമത്തെ കാർഡാണ്. കാർഡിൽ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 1ാമത്തെ കാർഡ് നമ്മൾ ചോദിച്ചുകൊണ്ടെടുക്കാം, നിങ്ങളുടെ പാസ്റ്റ് ഇപ്പോൾ എങ്ങനെയാണ്, 2ാമത്തത് ഇപ്പോൾ പ്രസൻറ്റിൽ അവർ എന്ത് ചെയ്യുന്നു, 3ാമത്തെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് 1ാമത്തെ കാർഡ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാർഡാണ് വന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സ്റ്റാർ കാർഡാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം ഇപ്പോഴും വളരെ ജെനുവിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു പോസിറ്റീവ് കാർഡാണ്, ഒരു പ്രതീക്ഷയുടെ കാർഡാണ്. അപ്പം നിങ്ങളുടെ സ്നേഹം ഇപ്പോഴും വളരെ പ്രതീക്ഷയോട് കൂടി തന്നെ, വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നല്ല പ്രതീക്ഷയോടെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാർഡാണിത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ നല്ല രീതിയിലാണ് നിങ്ങളുടെ പാസ്റ്റ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അടുത്ത നമുക്ക് പ്രസൻറ്റ് കാർഡ്. പ്രസൻറ്റിൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ എടുത്തപ്പോൾ ഇടത് ടെമ്പറൻസ് ആണ് കിട്ടിയത്. അതായത് അതിനകത്തും അതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ. പക്ഷേ അതിനെയെല്ലാം ഹീൽ ചെയ്തുകൊണ്ട് സ്വയം അവർ തന്നെ അവരെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വളരെ ക്ഷമയായി, ഇപ്പം വളരെ ക്ഷമയോടുകൂടി വളരെ കാമായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നല്ലതാക്കുന്നുണ്ട്. 2 ഭാഗവും, അതായത് തുല്യത വരുത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റക്കുറച്ചിലുകളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ ശ്രദ്ധിക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ, ആരെയും വിഷമിപ്പിക്കാതെ വളരെ സമാധാനത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് പ്രതീക്ഷയുടെ കാർഡാണ്, പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് ഇപ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അടുത്ത നമ്മൾ എടുക്കുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുമോ നിങ്ങളുടെ റിലേഷനിൽ എന്ന് ചോദിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് കിങ് ഓഫ് വാണ്ട് ആണ്. തീർച്ചയായിട്ടും പറ്റും, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒന്നിക്കാനായിട്ടൊക്കെ പറ്റും. നിങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് നടന്നത്, അതിപ്പോൾ നിങ്ങളുടെ പാർട്ണറിൽ അവനോ അവളോ ആരായാലും അവർ നിങ്ങളെ കൊണ്ടു നടന്നത് ഒരു രാജാവിനെ പോലെ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിട്ടായിരുന്നു കൊണ്ടു നടന്നത്. നിങ്ങൾ തന്നെയായിരുന്നു നിങ്ങളുടെ റിലേഷനിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഒരു ലീഡറിൻ്റെ ഒരു സ്ഥാനം
തീരുമാനം നിങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് മാത്രമേ ശരിയാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ എന്നൊരു മനോഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഞാൻ എന്ന ഒരു ഈഗോ, അല്ലെങ്കിൽ ഞാൻ എന്ന ഒരു ഭാവം നിങ്ങളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റുമെന്നാണ് കിങ് ഓഫ് വാണ്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 കാർഡിൻ്റെയും ഓവറോൾ എനർജി നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് 3 കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ജീവിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആരെയും പുഷ് ചെയ്യേണ്ട, നിങ്ങൾ ആരെയും ശല്യം ചെയ്യേണ്ട, നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം മതി. അങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ പിന്നെ റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ നിങ്ങളുടെ ഒരു ഈഗോ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അവരോട് സ്നേഹം മാത്രം കാണിക്കുക. സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് അവരെ മെരുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ, നമ്മളുടെ പാതയിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നാണ് യൂണിവേഴ്സ് നമുക്ക് മൊത്തത്തിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ പേടി അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ഡ്രോമ സിറ്റുവേഷനൊക്കെ നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ സ്നേഹത്തോടെ വിശ്വാസ്യതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ഈ കാർഡ് റീഡിങ്ങിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ എനർജി എല്ലാം മാറിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെല്ലാവരും ഈ കാർഡ് റീഡിങ് കാണുക. നിങ്ങളുടെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനുമായിട്ട് ഇതിലെ ഏതെങ്കിലും നമ്പേഴ്സ് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് വരുന്നു, പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചറോ ബന്ധപ്പെട്ട് വരുന്നു എങ്കിൽ നിങ്ങൾ 111 എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 777 എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 123 എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.